ഹായ് ഹലോ നമസ്കാരം. ജംജനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അയ്യർ ഇൻ അറേബ്യ. പേര് പോലെ തന്നെ അയ്യര് കണ്ട ദുബായ്, അയ്യര് കണ്ട അറേബ്യ ഇത് തന്നെയാണ് പ്രധാനമായിട്ട് കാണിക്കാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല പേരിൽ പറയുന്ന പോലെ അയ്യരുടെ കഥാപാത്രം ചെയ്തിട്ടുള്ള നമ്മുടെ മുകേഷ് ചേട്ടനെ തന്നെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ തന്നെയാണ് കൂട്ടത്തിൽ കൊള്ളാം എന്ന രീതിയിൽ അഭിനയിച്ചിട്ടുള്ളതും അത്യാവശ്യം നന്നായിട്ട് വന്നു തോന്നിയിട്ടുള്ളതും പുള്ളിക്കാരൻ തന്നെയാണ്. റിവ്യൂലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ള ഒരു കാരണം, ഒരു സിനിമയുടെ പിറകിൽ അവർ കൊടുക്കുന്ന എഫേർട്ട്, അവരുടെ ഹാർഡ് വർക്ക്, അവരുടെ ആ ഒരു വലിയ സ്വപ്നം, അവരുടെ ആ കഷ്ടപ്പാടുകൾ, ഇതിനൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് റിവ്യൂലേക്ക് വരാം. ഇവിടെ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ സിനിമ കണ്ടപ്പോൾ എനിക്ക് എന്താണോ ഫീൽ ചെയ്തതെന്നുള്ള സത്യസന്ധമായ അഭിപ്രായമാണ്. ഓക്കെ, അത് ആ രീതിയിൽ തന്നെ എടുക്കുക. സിനിമ തുടങ്ങുന്നത് തിരുവനന്തപുരമേ എന്ന് പറഞ്ഞിട്ടൊരു സോങ്ങോട് കൂടിയിട്ടാണ്. ബി ഹോണസ്റ്റ്, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. വളരെ മോശമായിട്ടാണ് ആ പാട്ട് തോന്നിയിട്ടുള്ളത്. കാരണം മേക്കിംഗ് ഒക്കെ പക്ക ഒരു ആൽബം ഒക്കെ ചെയ്യുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു സിനിമാറ്റിക് സംഭവങ്ങളോ ഷോട്ടുകളോ ഒന്നും ആ സോങ്ങിലില്ല. അതിലെ ഡാൻസ് ആണെങ്കിലും വളരെ മോശമായിട്ട് തോന്നി. എസ്പെഷ്യലി ആ പാട്ടിന്റെ ഏറ്റവും ഇൻഡിലേക്ക് വരുന്ന ഒരു ബീറ്റ് ഉണ്ട്, ഒരു ഭയങ്കര ഒരു കൊട്ടിക്കലാശം പോലെ, അതൊക്കെ ഭയങ്കര ചളിയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പാട്ട് പറയുമ്പോൾ ആദ്യം നമുക്ക് പാട്ടുകളെ കുറിച്ച് തന്നെ പറയാം. ഇതല്ലാണ്ട് 3 പാട്ടുകൾ കൂടി സിനിമയിലുണ്ട്. 3 പാട്ടും അത്യാവശ്യം നല്ല സോങ് ആയിരുന്നു. അതിലൊരു ലവ് സോങ് ഉണ്ട്. അതില് തുടക്കത്തിൽ അത് വിഷ്വൽസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൊള്ളാവുന്ന കുറച്ച് വിഷ്വൽസ് വന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരു സോങ് അതായിരുന്നു. അതല്ലാതെ അയ്യർ കണ്ട ദുബായ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ടിലെ വരികളും ആ പാട്ടിലെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു ലവ് സോങ് ഉണ്ട്. അത് ഗംഭീരമായിട്ടുള്ള സോങ് ആണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള ചിത്ര ചേച്ചിയും പിന്നെ ഷഹബാസ് അമൻ പുള്ളിക്കാരനും കൂടി പാടിയിട്ടുള്ള പാട്ടാണ്. രണ്ടുപേരുടെയും വോയിസും ആ പാട്ടിന്റെ വരികളും ആ മ്യൂസിക്കും ഒക്കെ ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഗതിയും ഈ പാട്ട് തന്നെയാണ്. സോ അത് ഭയങ്കര ഒരു ഫീൽ ഗുഡ് സംഭവമായിരുന്നു. ഇനി ഫീൽ ഗുഡ് എന്ന് പറയുമ്പോൾ സിനിമയിലെ കഥ, അത് നല്ലൊരു ഫീൽ ഗുഡ് മൂവിക്കുള്ള എലമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അതിന്റെ സ്ക്രിപ്റ്റിംഗ്, ഡയറക്ഷൻ ഒക്കെ അതനുസരിച്ച് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ഫീൽ ഗുഡ് സംഭവം കുറച്ചെങ്കിലും നമുക്ക് വന്നത് ഈ എൻഡിങ്ങിലേക്ക്, ഈ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് വരുന്ന സമയത്താണ് ഇറ്റ്സ് ഫീൽ ഗുഡ് എന്നുള്ളൊരു ഫീൽ നമുക്ക് തന്നിട്ടുള്ളത്. അല്ലാത്ത ഭാഗത്തിലൊക്കെ തുടക്കത്തിൽ മുതൽ ഒരു ആദ്യത്തെ ഒരു ഇന്റർവെല് വരെ വളരെ വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. കോമഡികൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ കേട്ട് 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 തഴമ്പിച്ചു പോയ, അതായത് ഒരു സെക്യൂരിറ്റി സഹദേവന്റെ കഥാപാത്രം ചെയ്യൽ, പുള്ളിക്കാരന്റെ പേര് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ വോഡഫോൺ കോമഡിയിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ള പുള്ളിക്കാരൻ ഒരു സെക്യൂരിറ്റി സഹദേവൻ ഉണ്ട്. പുള്ളിക്കാരൻ പറയുന്നതൊക്കെ വളരെ ക്ലീഷേ ആയിട്ടുള്ള, നമ്മളിത് സെയിം ഒരു വോഡഫോൺ കോമഡി കാണുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു അതിൽ വന്നിട്ടുള്ള. അങ്ങനത്തെ സ്കിറ്റുകളിൽ കണ്ടിട്ടുള്ള സെയിം കോമഡി, സെയിം പെർഫോമൻസ്, അത് ആ ഒരു ടൈമിങ് പോലും അതുപോലെയാണ് വരുന്നത്. അപ്പൊ നമുക്കതൊരു ഒട്ടും ഏൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എന്താ പറയാ, അതിലെ ആദ്യത്തെ ഹാഫിലുള്ള വിഷ്വൽസിന്റെ ഒരു ക്വാളിറ്റി വളരെ മോശം ക്വാളിറ്റി ആയിരുന്നു. അതായത് ഒരു ഫോക്കസ് ആവാത്ത പോലെ, അതിൽ ഇരിക്കുന്ന ആളുകളൊന്നും ഫോക്കസ് ആവുന്നില്ല. പിന്നെ കോൺവെർസേഷൻസ് ഒക്കെ വരുമ്പോൾ ഈ സജഷൻ ഷോട്ടുകളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സെയിം ടൈപ്പ് ഷോട്ടുകൾ കണ്ട് 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 അങ്ങനത്തെ ഒരു പ്രശ്നം ഫീൽ ചെയ്തു. എന്തോ ഒരു ക്വാളിറ്റി ഒട്ടുമില്ല. കുറച്ചുകൂടെ നിലവാരം കൂട്ടാമായിരുന്നു എന്ന് തോന്നി ഫസ്റ്റ് ഹാഫ് അനുസരിച്ച്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വിഷ്വലി കുറച്ചുകൂടെ നല്ല സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഈ കുറച്ചുകൂടി നല്ല വെറൈറ്റി സാധനങ്ങൾ കൊടുക്കണം എന്നല്ല. ഇപ്പൊ LJP, ലിജോസ് പെല്ലിശ്ശേരിയുടെ ഒക്കെ സിനിമകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്ത് വെറൈറ്റി സാധനങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. കാരണം വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഷോട്ട്, ഒരൊറ്റ ഫ്രെയിമിലേക്ക് കുറെ ആളുകൾ വരുന്നു, ഇറങ്ങിപ്പോകുന്നു. 90% സ്റ്റാറ്റിക് ഷോട്ടുകളായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു പാൻ, ചെറിയൊരു ടിൽറ്റ്, ഇത്തരത്തിലൊക്കെയുള്ള സാധനങ്ങളെ ഉണ്ടാവുള്ളൂ. ഇത് മാത്രം ഉപയോഗിച്ചായിരിക്കും പുള്ളിക്കാരന്റെ സിനിമ. പക്ഷെ ആ ഫ്രെയിംസിന്റെ ഒരു ഭംഗി എന്താണ്, ആ ഫ്രെയിംസിന്റെ ഒരു, നമ്മൾ കണ്ടിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ഫ്രെയിംസ്? ഇല്ല. ഇപ്പൊ മലൈക്കോട്ട മലബാറിലൊക്കെ ഫ്രെയിംസ് ഇന്ത്യൻ സിനിമയിൽ തന്നെ സംഭവിച്ചിട്ടുള്ള തരത്തിലുള്ള ഫ്രെയിംസ് ആണ്. സോ അങ്ങനെ ആ ഒരു ക്വാളിറ്റി വൈസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആകാമായിരുന്നു തോന്നി. ക്യാമറ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രണയം, കുറച്ച് സംഭവങ്ങളൊക്കെ ഇടപെട്ട് ഇങ്ങനെ 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 പോവാണ്. ഇതിലെ അഭിനയത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും മുകേഷ് ഏട്ടൻ. അത് മുകേഷ് ഏട്ടൻ ആദ്യമുള്ള സംഭവങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും ഈ ക്ലൈമാക്സ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആ ഇമോഷൻ കറക്റ്റ് ആയിട്ട്, അത് എന്താ പറയുക, ഒരു നിസ്സഹായ അവസ്ഥ അയാളുടെ, അത് കൂട്ടത്തിൽ എന്റെ കൂട്ടുകാരും എന്റെ ചുറ്റോടും ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയി പോയി എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്ന സമയത്തുള്ള ഒരു നിസ്സഹായതയും അയാളുടെ ആ ഒരു സങ്കടവും ആ ഒരു ഒറ്റപ്പെടലും ഒക്കെ
ചില ഇമോഷനിലൂടെ ചില എക്സ്പ്രഷനിലൂടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. മാത്രമല്ല അതിന്റെ കൂടെ തന്നെ വന്നിട്ടുള്ള ഫ്ലൂട്ട് ഉപയോഗിച്ചിട്ടുള്ള ചില BGM ഉണ്ട്. ഇത് രണ്ടും കൂടി വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ടച്ച് ആവുന്നുണ്ട്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇമോഷൻ എന്ന് മാത്രമല്ല കഥാപാത്രങ്ങളുടെ ഒരു സംഭവം നമുക്ക് എന്താ പറയുക കണക്ട് ആവുന്നില്ല, ഒട്ടും എൻഗേജിങ് ആവാതെയാണ് പോകുന്നത്. അതെന്താ വെച്ചാൽ ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇപ്പോ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മതഭ്രാന്ത് ഉണ്ടല്ലോ അതും, അതുപോലെ തുറന്നു പറയുകയാണെങ്കിൽ BJPക്ക് ഇട്ട് നല്ല കൊട്ടു കൊടുത്തിട്ടുണ്ട്. അത് ആദ്യ ഹാഫ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ മുഴുവനായിട്ടും BJPക്ക് ഇട്ട് അടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചാണകം, ഗോമൂത്രം, അവരുടെ ആ ഒരു അവസ്ഥകൾ, അവർ പറയുന്ന ചില പൊട്ടത്തരങ്ങൾ, ഇത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ ശരിക്കും കാണിക്കുന്നുണ്ട്. മതപരമായിട്ട് പറയുമ്പോഴും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ മുസ്ലിം വിശ്വാസപ്രകാരമുള്ള ചില സംഭവങ്ങൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് അതിൽ ജാഫർ ഖാന്റെ ഒരു കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അനുവദനീയമായ സ്വാതന്ത്ര്യം. അത് സ്വാതന്ത്ര്യം ഞങ്ങൾ കുറച്ച് വിട്ടുവെച്ച് ചെയ്യുന്ന ഒരു സംഘടനയാണ്, അത് മുസ്ലിം സംഘടനയാണ്. പക്ഷെ അനുവദനീയമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അത് സ്വതന്ത്രമായി നമുക്ക് തോന്നുന്നത് നമുക്ക് ചെയ്യാൻ പറ്റണം. അവിടെ എന്താണ് അനുവദനീയം എന്നുള്ള സംഭവം അതൊക്കെ കറക്റ്റ് ആയിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതുകൊണ്ട് ഉണ്ടാകുന്ന ചില എന്താ പറയാ തെറ്റിദ്ധാരണകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന വിദ്വേഷവും അതൊക്കെ ഭയങ്കരമായിട്ട് കറക്റ്റ് ആയിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഫോക്കസ് ചെയ്തതുകൊണ്ട് കഥാപാത്രങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ കുറച്ചുകൂടെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ ഒരു വലിയ പരാജയം, ഒരു വൻ പരാജയം തന്നെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടെങ്കിലും ആ കഥാപാത്രങ്ങളുടെ ഇമോഷൻ എന്താണ്, അവര് എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് കാണിച്ചിരുന്നെങ്കിൽ നന്നായി തോന്നുമായിരുന്നു. കാരണം ഇവിടെ അഭിനയം മോശം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അപ്പുറത്തുള്ളത് ഊർവശിയൊക്കെയാണ്. ഊർവശി എന്നൊക്കെ പറയുമ്പോൾ അഭിനയിക്കാൻ പറഞ്ഞാൽ നമ്മൾ ജീവിച്ച് കാണിക്കാന്നല്ല, അത്തരത്തിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു നടിയാണ്. അപ്പോ അവരൊക്കെ അഭിനയം മോശം എന്ന് എങ്ങനെ നമ്മൾ പറയും? ആ ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ്, ആ ക്യാരക്ടർ ബിൽഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അത് ഒട്ടും ബലമില്ലാത്ത രീതിയിലായി പോയി എന്നുള്ളതാണ്. പിന്നെ ധ്യാൻ, ഷൈൻ ടോം ചാക്കോ ഇവർക്കൊന്നും പെർഫോം ചെയ്യാനൊന്നും ഇല്ല. പിന്നെ ഡയാന ഹമീദ് വെറുതെ ഒരു കഥാപാത്രം എന്നാണ് തോന്നിയത്. അങ്ങനെ കുറെ ആളുകൾ നായികയായിട്ട് വന്നിട്ടുള്ളത് അവർക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ഇതിൽ കാണിക്കാനില്ല. വളരെ ബേസിക് ആയിട്ടുള്ള, ബേസിക് എന്ന് പറയുമ്പോൾ പറ്റ ബേസിക് ആയിട്ടുള്ള ഒരു അഭിനയം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ധ്യാനിന്റെ ഒക്കെ കുറെ ഭാഗങ്ങൾ വളരെ മോശമായിട്ട് തോന്നി. പിന്നെ ക്ലൈമാക്സ് ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് മരുഭൂമിയിൽ 2 ദിവസം വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, അത് മരുഭൂമിയിലാണ് ആ ചൂട് താങ്ങി സഹിച്ച് നിൽക്കുന്ന ഒരു ആൾ. അതിലെ മെയിൻ ഒരു സംഭവം കേട്ടോ. അത് അയാളെ പോയിട്ട് കാണുന്ന സമയത്ത് അയാൾക്ക് പ്രത്യേകിച്ച് ഒരു ക്ഷീണമൊന്നുമില്ല, ചെറിയൊരു ക്ഷീണം, ചെറിയൊരു തല ഇറങ്ങി വീണ പോലെ, അത്രേ ഉള്ളൂ. അയാൾ സിമ്പിളായിട്ട് നടന്നു വരുന്നു, അയാൾ കരയുന്നു, അയാൾ ഡയലോഗ് പറയുന്നു. അതൊക്കെ കുറച്ചുകൂടി ലോജിക്കലി കുറച്ചും കൂടെ, അത്രയും ക്ഷീണിതനായിട്ടുള്ള ആളാണ്. അപ്പൊ അതൊക്കെ ഒന്നും കൂടെ എടുത്ത് കാണിക്കാമായിരുന്നു. അങ്ങനെയുള്ള കുറെ മിസ്റ്റേക്സ് തോന്നി. പിന്നെ മരുഭൂമിയിലുള്ള കാറുകളുടെ കുറെ സംഭവങ്ങൾ അതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നി. പിന്നെ ദുബായ് സംഭവം വന്നിരിക്കുന്ന അവിടുത്തെ വിഷ്വൽസ് അത് വലിയ മോശമില്ലാണ്ട് തോന്നി. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് സ്റ്റോറി, ആവറേജ് സ്ക്രിപ്റ്റിംഗ്, ആവറേജ് നരേഷൻ, ആവറേജ് ഡയറക്ഷൻ, എബോ ആവറേജ് മ്യൂസിക്, എബോ ആവറേജ് ആയിട്ടുള്ള പാട്ടുകൾ, ഞാൻ പറഞ്ഞ BGMഉം പാട്ടും എബോ ആവറേജ് ആണ്. ആക്ടിങ് ആണെങ്കിലും ഒരു ആവറേജ് പെർഫോമൻസ്. അങ്ങനെ മൊത്തത്തിൽ ഒരു ആവറേജ് ഫീൽ തന്നിട്ടുള്ള ഒരു സിനിമയാണ് അയ്യർ ഇൻ അറേബ്യ. അപ്പോൾ ഒന്നുകൂടെ എടുത്തു പറയുന്നു, ഈ സിനിമയുടെ എന്താ പറയാ, ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഭാഗം മാത്രമാണ്. കാരണം ഇപ്പോൾ റിവ്യൂ പറയുമ്പോൾ പല ആളുകളും പലതരത്തിലാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, കാണാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അല്ലാണ്ട് അത് കാണണ്ട, അത്ര മോശം പടം അങ്ങനെയൊന്നും പറയാനുള്ള യാതൊരു സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. സോ നിങ്ങൾക്ക് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് ഗ്യാരണ്ടി ചെയ്ത് പറയാൻ പറ്റും, ഒരു ആവറേജ് ഫിലിമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിച്ച സിനിമയാണ് നിങ്ങൾ പോകേണ്ടതില്ല. പിന്നെ ചില കോമഡികളൊക്കെ ചില സമയങ്ങളിലൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അവസാനത്തെ ക്ലൈമാക്സ് ഭാഗം കുറച്ചൊക്കെ ഒരു രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ കാണാവുന്ന, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതിനൊക്കെ തൊട്ടും പിടിച്ചൊക്കെ ഈ കുത്തിയും ഇതൊക്കെ ആയിട്ടുള്ള കുറച്ച് കോമഡികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റും. പിന്നെ ആരെങ്കിലും ഈ റിവ്യൂ കണ്ടിട്ട് മാത്രം സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ സിനിമ കണ്ടിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. കാരണം അതുകൂടെ കണ്ടിട്ട് നിങ്ങൾ അതുകൂടെ വായിച്ചിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷം സിനിമയ്ക്ക് പോകാം.